ബഹുമാനമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബിയുടെ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? നബിൻ്റെ ആ പ്രത്യേകത, നബിക്കുള്ളതായ ആ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സർവ അമ്പിയാക്കന്മാർക്കും ഉള്ളതല്ലാത്ത ചില പ്രത്യേകമാവുന്നതായ പ്രത്യേകതകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം, ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. സർവ അമ്പിയാക്കന്മാരെക്കുള്ള ചേർത്തി നോക്കുമ്പോഴും ആ അമ്പിയാക്കന്മാർക്ക് മൊത്തത്തിൽ പൊതുവായി അമ്പിയാക്കന്മാരിൽ ഉണ്ടാവേണ്ട ഒരു സ്വഭാവ ഗുണങ്ങളാണ്, അവരിലുണ്ടാവുന്ന നിർബന്ധമായ ഒരു കാര്യമാണ് ഇസ്മത്ത്. അതിലെല്ലാ അമ്പിയാക്കന്മാരും സമന്മാരാണ്. അവരിൽ നിന്ന് പാപം അത് സംഭവിക്കാൻ പാടുള്ളതല്ല. അത് നുബുവത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടങ്ങളിലാണെങ്കിൽ, നുബുവത്തിൻ്റെ ശേഷം മരണം വരെയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ അത് വലവ് സദീറത്തെന്നാണ് മുഹഖിഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം. ചെറുദോഷം പോലും ഉണ്ടാവാൻ പാടില്ല. വലവ് സഹുവൻ അത് മറന്നുകൊണ്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അവൻ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ ചെറുദോഷങ്ങളോ ഇതൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് അവർ പാപങ്ങളെ തൊട്ട് അവർ സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ടവരാണ്. അത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാവുന്ന ഒരു സവിശേഷതയാണ്. എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെയുള്ള അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്നതായ ആ തബിയത്തല്ല, രൂപത്തിൽ മനുഷ്യനെ പോലെ. അതാണ് മാന ഇല്ലാ ബശറും മിസ്ലുക്കും. ഒരു മനുഷ്യൻ്റെ രൂപം നിങ്ങൾ എങ്ങനെയാണോ അതേമാതിരിയുള്ള രൂപം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഞങ്ങളെ തബിയത്ത് പ്രത്യേകമായ ഒരു തബിയത്താണ്. വഹി നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്നതായ തബിയത്തിൻ്റെ ഉടമകളെ അല്ലാഹു വഹിയിന് വേണ്ടി ആദ്യം തിരഞ്ഞെടുക്കുള്ളൂ. അള്ളാഹു പ്രത്യേകം ഇസ്തിഫാഹ് ചെയ്തത് വിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഇസ്തിഫാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ പിതാക്കന്മാരിൽ നിന്നും പാരമ്പര്യമായി ലഭിക്കപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളുണ്ട്. ആ സ്വഭാവ ഗുണങ്ങൾ ഉന്നതരാവുന്നതായ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്കേ ഉന്നത സ്വഭാവങ്ങൾ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ ഖിയാറുക്കും ഫിൽ ഇസ്ലാം. ഇസ്ലാമിക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉന്നതമാവുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ മുസ്ലിങ്ങളല്ലെങ്കിലും അവരിൽ ഉന്നതമാവുന്ന ചില സ്വഭാവ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവർ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിപ്രായത്തിൽ പോലും ഒരു കളവും പറഞ്ഞിട്ടില്ല. മറ്റുള്ള എന്തെങ്കിലും നിലക്കുള്ളതായ സാധാരണ കുട്ടികളിൽ ഉണ്ടാവുന്ന മോശമാവുന്ന സ്വഭാവ ഗുണങ്ങളൊന്നും നബിയിൽ ദർശിക്കപ്പെട്ടിട്ടില്ല. അപ്പം നുബുവത്ത് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായി നുബുവത്ത് ലഭിക്കപ്പെടില്ല. നുബുവത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇസ്തിഫാഹ് അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകൾക്ക് നുബുവത്ത് നൽകുള്ളൂ. പക്ഷേ ഒരു നബിൻ്റെ മകനായതുകൊണ്ടും നുബുവത്ത് നൽകപ്പെടില്ല. പക്ഷേ നുബുവത്ത് നൽകപ്പെടുന്ന ആളുകളിൽ എന്ത് വേണം? അവരെ പരമ്പരാഗതമായി ലഭിക്കപ്പെടുന്നതായ ഉന്നത സ്വഭാവ ഗുണങ്ങൾ അവർക്കുണ്ടാവണം. അതുകൊണ്ടാണ് കുടുംബത്തിനെ പ്രത്യേകം പരിഗണിക്കുന്നത് നുബുവത്ത് നൽകപ്പെടുമ്പോൾ. ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിച്ചു, റസൂലുള്ളാഹിനെ സംബന്ധിച്ച്, കൈഫ നസബുഹു ഫീക്കും. ആ നുബുവത്തിൻ്റെ ദഅവ വാദിക്കുന്ന ആൾ, അയാളുടെ തറവാടിൻ്റെ സ്വഭാവം എന്താണ്? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞ മറുപടി എന്താ? ഇന്നഹു ദൂന സബിൻ ഫീന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനാണ്. അപ്പോൾ പിന്നീട് ഹിർക്കൽ ചക്രവർത്തിയുടെ ഓരോ ചോദ്യത്തിനെ പറ്റി ഹിർക്കൽ ചക്രവർത്തിയായിട്ട് എങ്ങനെ ചോദിക്കാൻ കാരണം എങ്ങനെയാണ്, എങ്ങനെ ചോദിക്കാൻ കാരണം എങ്ങനെയാണ്, എങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ഈ തറവാടിനെ പറ്റി ചോദിക്കാനുള്ള കാരണം എന്താ? ഫക്കദാലിക തുബ്ഹസുൽ അംബിയാ ഫീ നസ്ബി ഖൗമിഹി. അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നിശ്ചയിക്കൽ, അല്ലാഹു അവരെ നിയമിക്കൽ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആ ജനങ്ങൾ, അവരിൽ നിന്ന് ഏറ്റവും ഉയർന്നതാവുന്ന കുടുംബം ഏതാണോ ആ കുടുംബത്തിൽ നിന്ന് അമ്പിയാക്കന്മാർ വരുള്ളൂ. അപ്പോൾ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏത് നബിക്കും അവർക്ക് പരമ്പരാഗതമായി അവരുടെ കുടുംബ മഹിമ
അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. ആ ഉയർന്ന കുടുംബത്തിൽ നിന്ന് മാത്രമേ അള്ളാഹു അമ്പിയാക്കന്മാരെ നിയോഗിക്കുള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞല്ലോ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നവരെ തിരഞ്ഞെടുത്തു, ഇന്നവരെ ഇസ്തിഫാഹ് ചെയ്തു. അങ്ങനെ കിനാനത്തിൽ നിന്ന് ബനി ഹാഷിമിനെ ഇസ്തിഫാഹ് ചെയ്തു, ബനി ഹാഷിമിൽ നിന്ന് ഖുറൈശിനെ ഇസ്തിഫാഹ് ചെയ്തു, ഖുറൈശിൽ നിന്ന് എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. അത് നബിയുടെ ആ കുടുംബത്തിൻ്റെ ആ മഹിമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഉയർന്നതായ കുടുംബത്തിനുണ്ടാവണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അമ്പിയാക്കന്മാരിൽ കാണപ്പെടേണ്ടത് ഖിയാറുക്കും ഫിൽ ജാഹിലിയ ഖിയാറുക്കും ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞു. ജാഹിലിയത്തിൽ ഉയർന്ന സ്വഭാവ ഗുണങ്ങളുള്ളവർ ഇസ്ലാമിക്ക് വരുന്നതിനും അങ്ങനെ ചില കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. അവർ പൊതുവായി സ്വീകരിക്കപ്പെടുന്നതായ ചില പ്രത്യേക നന്മകളുണ്ടാവും. അതിന് വിപരീതമായി എന്തെങ്കിലും ഒന്നും ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയില്ല. അപ്പം അവർ ഇസ്ലാമിലേക്ക് വന്നാലും അവർക്ക് ആ നന്മകളൊക്കെ അവർ നിലനിൽക്കും. അതോടുകൂടി വിശുദ്ധമാവുന്ന നുബുവത്ത് അല്ലെങ്കിൽ വിശുദ്ധമാവുന്ന ഇൽമ് ഇതൊക്കെ നൽകപ്പെടാൻ അവർ അർഹരുമായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്ക് പൊതുവെ അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു തത്വമാണ് അവരുടെ പരമ്പര വിശുദ്ധമായ പരമ്പരയാവണം എന്നുള്ളത്. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പരമ്പര വിശുദ്ധമായ പരമ്പര തന്നെയാണ്, അതിൽ യാതൊരു സംശയവും. ഇതിൽ എല്ലാ അമ്പിയാക്കന്മാരും സമാണ്. അതോടൊപ്പം അമ്പിയാക്കന്മാർ മുഴുവനും സിൻഫുൻ മഫ്തൂറുൻ അൽ ഇൻസിലാഖി മിനൽ ഖാദൂറാത്തിൽ ബശരിയ എന്ന മനുഷ്യനെ 3 വിഭാഗമായി ഓരി വെക്കുന്ന സ്ഥലത്ത് മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തും. ഒരു വിഭാഗം അവർ സിൻഫുൻ മഫ്തൂറുൻ, അവരെ ഫിത്രത്ത് തന്നെ അള്ളാഹു നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? അൽ ഇൻസിലാഖി മിനൽ ഖാദൂറാത്തിൽ ബശരിയ, മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാവുന്ന സർവ്വവൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു ഫിത്രത്തായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് നൽകപ്പെടുന്നത് പോലുള്ള ഒരു ഫിത്രത്തല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട്. വളരെ വിശുദ്ധമായ ഒരു ഫിത്രത്താണ് അമ്പിയാക്കന്മാരുടെ ഫിത്രത്ത്. കാരണം എന്തുകൊണ്ട്? അതാണ് മഹാനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളൊക്കെ തന്നെ നബീനൊക്കെ പറ്റി അവർ നിർവചനം നടത്തുമ്പോൾ അവർ പറഞ്ഞു, അവരിൽ നിന്ന് എല്ലാ ദോഷങ്ങളെ തൊട്ടും അവർ പൂർണ്ണമായും കൊണ്ടും സംരക്ഷിക്കപ്പെട്ടവരാണ്. ഒരു ദോഷവും അവരിൽ നിന്നുണ്ടാവില്ല. ഒലവ് സഹീറത്തൻ, അത് ചെറുദോഷം പോലും ഉണ്ടാവില്ല. ഒലവ് സഹുവൻ, അത് മറന്നുകൊണ്ടുണ്ടാവില്ല. ഖബുലിൻ നുബുവത്തിന് മുമ്പും ഉണ്ടാവില്ല. ഇതാണ് മുഹഖിഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം. അപ്പം ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ അമ്പിയാക്കന്മാർക്കും നൽകിയ ഒരു പ്രത്യേകതയാണത്. അവരെ പ്രസവിക്കപ്പെട്ടോടെ മുതൽ അവർക്ക് നുബുവത്ത് നൽകപ്പെടുന്നത് വരെയും നുബുവത്ത് നൽകപ്പെട്ടതിന് ശേഷം അവരുടെ മരണം വരെയും ഏതെങ്കിലും നിലക്ക് പൊതുസമൂഹം മോശമായി മനസ്സിലാക്കുന്ന എന്തെങ്കിലും സ്വഭാവ ഗുണങ്ങളോ പ്രവൃത്തികളോ അവരിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അവർക്ക് ശരീഅത്ത് നൽകപ്പെട്ടാൽ ആ ശരീഅത്തിൽ അല്ലെങ്കിൽ പൊതുവെ മറ്റുള്ളതായ അമ്പിയാൻ്റെ ശരീഅത്തിലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സംഗതികൾ, അത് ചെറുദോഷാവട്ടെ വൻദോഷാവട്ടെ, അതും വലവ് സഹുവൻ മറന്നുകൊണ്ടും അവരിതുണ്ടാവാൻ പാടില്ല, മറന്നുകൊണ്ടുണ്ടാവാൻ പാടില്ല. അപ്പോൾ ചിലർക്ക് പറയും അങ്ങനെ മറന്നുകൊണ്ടുണ്ടായതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചില സംഗതികൾ. ചിലത് അത് ചെറുദോഷമാണ്, അല്ലെങ്കിൽ ഖിലാഫുലൗല വരെ ഉണ്ടാവാൻ പാടില്ല. ചെറുദോഷം മാത്രമല്ല, ഖിലാഫുലൗലയായ സംഗതി വരെ അവരിൽ നിന്നുണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള ഒരു പ്രത്യേക ഒരു സംരക്ഷണമാണ് അള്ളാഹു അവർക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അങ്ങനത്തെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു. അതാണ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദോഷം ഉണ്ടായി, ആ ദോഷം പുറത്തു കൊടുത്തു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ നിലക്കുള്ളതായ ഒരു സംരക്ഷണം സർവ്വ അമ്പിയാക്കന്മാർക്കും അള്ളാഹു നടത്തിയിട്ടുണ്ട്. അതിന് നബിയെ തങ്ങൾക്കും അങ്ങനത്തെ ഒരു സംരക്ഷണമുണ്ട്. ആ നിലക്ക് നബിയെ തങ്ങളും മറ്റുള്ള അമ്പിയാക്കന്മാരെ പോലെ മഅ്സൂമ് തന്നെയാണ്. മറ്റൊന്നെന്താണെന്ന് ചോദിച്ചാൽ വമാ തഅഖർ, അമ്പിയാക്കന്മാരുടെ മരണശേഷം അവർക്കുള്ളതായ വാക്കുകളോ മറ്റോ പിടിച്ചുകൊണ്ടിട്ട് പിന്നീട് ജനങ്ങൾ അവരിലേക്ക് ചേർത്തുകൊണ്ട് പറയപ്പെടാൻ പറ്റുന്നതായ ഒന്നും നബിയെ തങ്ങൾക്കില്ല. അത് മറ്റുള്ള അമ്പിയാക്കന്മാർക്കൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ ആദം നബി അലൈഹി നമ്മൾ ഷഫാഅത്തിന് ചെല്ലുമല്ലോ ആദം നബീൻ്റെ അടുത്ത്. അപ്പോൾ ആദം നബി എന്താ പറയണത്?
നിങ്ങളൊക്കെ എന്നെ പറ്റി എന്തോടെ പറഞ്ഞ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ നിൻ്റെ അടുത്ത് കാണോ ശഫായത്തിൽ വന്നിക്കിടുന്നു ചോദിക്കും. നൂഹ് നബീൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ, ഇബ്രാഹിം നബീൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ. ഇബ്രാഹിം നബി യക്തിബി ഇബ്രാഹിം ഇല്ലാ തലാത്ത ദിബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ നാലാമത്തൊന്നും ഉണ്ടായോ എന്നുള്ളത് വേറൊരു സംഗതി. അപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിൻ്റെ മറുപടിയൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടവരാണ് പണ്ഡിതന്മാരൊക്കെ. അപ്പോൾ അതെന്തോ ആവട്ടെ, അത് പൊള്ളല്ലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. പക്ഷെ പൊള്ളു പറഞ്ഞു എന്നാണ് ഇബ്രാഹിം നബീനെ പറ്റി പറയണത്. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിൽ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആൻ ആന്ത ഖുൽതലിന്നാസി തഖിദൂനി വ ഉമ്മിയ ഇലാഹൈൻ, അങ്ങനെ എന്നെ എൻ്റെ ഉമ്മാനെ ഇലാഹാക്കണമെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇഞ്ചിയിൽ നിന്നോ മറ്റോ തെറ്റിദ്ധരിച്ചു കൊണ്ടിട്ട് പിന്നീട് മൂപ്പരെ ജനങ്ങൾ പറയാൻ തുടങ്ങി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞിരിക്കണം. അപ്പം സർവ്വ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, റസൂൽ അല്ലാത്ത സർവ്വ അമ്പിയാക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവരെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയപ്പെടാൻ പറ്റുന്നതായ ചില സാധ്യതയുള്ള വാക്കുകൾ അവരിൽ നിന്നുണ്ടായപ്പോൾ അത് പറയാൻ തുടങ്ങി. അങ്ങനത്തെ ഒന്നുപോലും നബിയെ തങ്ങളെപ്പറ്റി പറയാനില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റുള്ള അമ്പിയാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായ പല ഖുസൂസിയത്തുകൾ റസൂലുള്ളാഹിക്ക് ഉണ്ടെങ്കിലും ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. നബി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ദ്വ്യർത്ഥമുള്ളതായ ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുക, ആ ഒരു അവസ്ഥ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അപ്പം ആ നിലക്ക് അള്ളാഹു വളരെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ലോകത്ത് ഏറ്റവും വലിയ വിശുദ്ധൻ എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നതായ വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതായ ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് റസൂൽ തന്നെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് എന്നോടുള്ളതായ മഹബത്ത് അത്താകൂന അഹബ്ബ ഇലൈഹിന, നിങ്ങൾ എന്നുള്ള ഓരോരുത്തർക്കും അവൻ്റെ ഈമാൻ അതൊരു പൂർണ്ണമായ ഈമാൻ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എന്നോടുള്ള മഹബത്താവണം ഏറ്റവും ശക്തമായ മഹബത്ത്. നബിനോടുള്ള മഹബത്ത്, അത് ആ മഹബത്ത് നമ്മൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഒരു മൂമിനായി തീർന്നാൽ ആ മൂമിനിൽ നിന്നിട്ട് അത് ഉണ്ടായിത്തീരണം, വേണ്ടാന്ന് വെച്ചാൽ ഉണ്ടായിത്തീരണം. ആ നിലക്കുള്ളൊരു മഹബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. കാരണം ആരാണ് നബിനെ പരിചയപ്പെടുത്തിയ ഇന്ന അർസൽനാക ഷാഹിദെന്ന നബി ഈ ലോകത്തുള്ള സർവ്വ ആളുകൾക്കും ഷാഹിദാണ്. മഹ്ശറയിൽ കണ്ടില്ലേ, മഹ്ശറയിൽ എല്ലാ അമ്പിയാക്കന്മാരെയും അവരെ ഉമ്മത്തിനും കൊണ്ടുവരപ്പെടുന്ന ഇമാം ബുഖാരി വായിത്തിക്കാണ്. അങ്ങനെ അവിടെ ചോദിക്കും അവരോട്, അമ്പിയാക്കന്മാരോട്, നിങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ട ആ പ്രവൃത്തി അത് നിങ്ങൾ നിർവഹിച്ചോ? അപ്പം നിർവഹിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് സാക്ഷികൾ എന്ന് ചോദിക്കും. ആരാ സാക്ഷികൾ എന്ന് ചോദിക്കുമ്പോൾ അവിടെ സാക്ഷികൾ അമ്പിയാക്കന്മാർ പറയണതാണ്. മുഹമ്മദും വാസുഹാബു സാക്ഷിയായി നിൽക്കുന്നത് മുഹമ്മദും ഉമ്മത്തുഹു, മുഹമ്മദ് നബിയും മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തുമാണ്. നമ്മളൊക്കെയാണ് അമ്പിയാക്കന്മാർക്കും അവരെ ഉമ്മത്തിനും സാക്ഷിയായി നിൽക്കുക. അമ്പിയാക്കന്മാരിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അമ്പിയാക്കന്മാർ അവരെ ഉമ്മത്തിലേക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സാക്ഷികൾ നമ്മളാണെന്നാണ് പറയണത്. റസൂലുള്ളാഹിയാണ്, റസൂലുള്ള ഷാഹിദാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ആ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് സാക്ഷിയല്ലേ, സാക്ഷിയാവണം. സർവ്വ അമ്പിയാക്കന്മാരും ഇവിടെ ദഅവത്ത് ചെയ്യുമ്പോൾ ആ ദഅവത്ത് അവരിവിടെ ദഅവത്ത് ചെയ്ത് അള്ളാഹു അവരിലേക്ക് ഏൽപ്പിച്ചതായ ആ പ്രവൃത്തി അവർ പൂർണ്ണമായി നിർവഹിച്ചോ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് അമ്പിയാക്കന്മാർ പറയണത് എന്താ? ആരാണ് സാക്ഷി എന്ന് അള്ളാഹു ചോദിക്കും. അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടാണോ അത്? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് ആരാണ് സാക്ഷി. അപ്പം മുഹമ്മദും മുഹമ്മദിൻ്റെ ഉമ്മത്തുമാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള ഷാഹിദാണ്. അവരുടെ സർവ്വ അമ്പിയാക്കന്മാരുടെയും ദഅവത്ത്, അവരെ ആ തബ്ലീഗ് അതിലവർ പൂർണ്ണമായി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായ പ്രവർത്തികൾ അവർ നിർവഹിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ള സാക്ഷിക്കണം. അപ്പോൾ റസൂലുള്ള ഷാഹിദാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓരോ അമ്പിയാക്കന്മാരും ദഅവത്ത് ചെയ്യുന്നതായ കാലഘട്ടത്തിൽ അവരുടെ ദഅവത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പിന്നെ അങ്ങനെ ഷാഹിദാവാൻ പറ്റുമോ എന്നുള്ളതാണ്.
അത് നമുക്ക് ഈ ആത്മാവും ശരീരവുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോൾ ഈ ആത്മാവിനിക്ക് ചില പ്രത്യേക പരിധികളൊക്കെ ഉണ്ടാവും. ആ പരിധിൻ്റെ അപ്പുറത്തുള്ളത് ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഒന്നിരിക്കൽ ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ശരീരത്തിൻ്റെ ആ ഇംഗിതത്തിലേക്ക് വഴിപ്പെടാതെ ശരീരത്തിനെ, ഈ ബാഹ്യമാവുന്ന ശരീരത്തിനെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ആത്മാവിനിക്കുണ്ടാവും. അങ്ങനെ വന്നാൽ ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഉള്ളതിൻ്റെ ഈ മതിലിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? നമ്മളെ സാധാരണ നേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. പക്ഷേ നമ്മൾ ആത്മാവ് അത് ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണെങ്കിൽ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ തന്നെ എന്തെങ്കിലും വൃത്തികേടുകൾ കണ്ടിട്ടില്ല എന്നുള്ളത്. അന്ന് ജാഹിലിയത്തിലുണ്ടായിരുന്ന പല ഉത്സവങ്ങളും, ആ ഉത്സവങ്ങൾക്കൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയില്ല. കുടുംബങ്ങൾ മുഴുവൻ ശകാരിച്ചു എന്നാണ്. റസൂലുള്ളാഹിൻ്റെ അമ്മായിമാർ, പിന്നെ ബാപ്പൻ്റെ പെങ്ങന്മാർ പലരും ശകാരിച്ചു. റസൂലുള്ളാഹി പോയില്ല. ഏതോ ചില പിന്നെ ഉത്സവങ്ങൾക്ക് കുട്ടിപ്രായത്തിൽ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടുപോയപ്പെട്ടപ്പോൾ അവിടുന്ന് എന്താ സംഭവിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നടക്കുന്ന വൃത്തികേടുകൾ കാണും. അത് കാണാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നേരം വെളുക്കുന്നത് വരെ റസൂലുള്ളാഹി അവിടെ എത്തലും ഉറങ്ങലും, പിന്നെ നേരം വെളുക്കുന്ന വരെ കണ്ണു തുറന്നിട്ടില്ല എന്നുള്ളതാണ്. നേരം ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി കണ്ണു തുറക്കണം. അപ്പം ആ നിലക്ക് റസൂലുള്ളാഹിൻ്റെ കണ്ണിനെ അല്ലാഹു എന്താക്കി? ശുദ്ധീകരിച്ചു. ആ കണ്ണ് ശരീരത്തിലുണ്ടാവുമ്പോഴും ആ കണ്ണിനൊരു പ്രത്യേകത ഉണ്ടാവും. കാരണം അത് ആത്മീയമായി ശുദ്ധീകരിക്കപ്പെട്ട കണ്ണാണ്. അപ്പം ആത്മാവ് ശരീരവുമായി കൊണ്ടുള്ള ബന്ധം വേർപ്പെടുത്തപ്പെട്ടാൽ അത് ഏത് ആത്മാവാവട്ടെ, അത് മുഖദ്ദസ്തായ അറുവാഹികളാവട്ടെ, മുഖദ്ദസ്തല്ലാത്ത അറുവാഹികളാവട്ടെ, ആ ആത്മാവിനിക്ക് ചില പ്രത്യേകമാവുന്ന തസറുഫാത്തുകൾ, ക്രിയവിക്രയങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് അത് വിശുദ്ധാത്മാക്കളാണെങ്കിലോ അതിൻ്റെ ക്രിയവിക്രയങ്ങൾ വളരെ ശക്തമായിരിക്കും. നേരെ മറിച്ച് ആത്മാവ് ശരീരത്തിലുള്ള കാലത്തോളം ആ ശരീരത്തിൽ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആത്മാവിനിക്ക് കഴിയണം. അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവിൻ്റെ ആത്മാക്കൾ, അവർക്കൊക്കെ ആ സ്വഭാവമുള്ളവരാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോൾ നമ്മൾ മരണപ്പെട്ടു എന്ന് നോക്കുക. മരണപ്പെട്ട അവിടെ വന്ന് ഖബറിൽ പല ചോദ്യം നടക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ പെട്ടൊരു ചോദ്യമല്ലേ, മാ ഇൽമുക ബിഹാദർ റജുൽ എന്ന് ചോദിക്കണില്ലേ? ഈ മനുഷ്യനെ പറ്റി എനിക്ക് എന്താ അറിയും? ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? റസൂലല്ലേ. എവിടെ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരു ദിവസം കോടിക്കണക്കിന് ആളുകളെ മറവിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ മറവിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ ചോദ്യം നടക്കും. അപ്പം ഇവിടെ മാ ഇൽമുക ബിഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ലോകം മുഴുവൻ മാ ഇൽമുക ബിഹാദർ റജുൽ എന്നുള്ള ചോദ്യം നടക്കാം. ഈ മനുഷ്യൻ എന്നാ പറയണത് ആ മനുഷ്യന്നല്ല, ആ ദൂരത്ത് എടുക്കണ ആ മനുഷ്യന്നല്ല. അപ്പം നിന്റെ കണ്ണ്, നീ വിശുദ്ധാത്മാവട്ടെ നിന്റെ ആത്മാവ്, അതല്ല നിന്റെ ആത്മാവ് എന്താവട്ടെ, അവിശുദ്ധമായ ആത്മാവട്ടെ, നിന്റെ ആത്മാവിനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഖബർ ചെയ്യപ്പെട്ടാൽ ആ മഖ്ബൂറായ മനുഷ്യനോട് ചോദ്യം നൽകപ്പെടുമ്പോൾ ഈ മനുഷ്യനെ പറ്റി ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി എവിടെയുള്ളത്? അത് ഇന്ത മക്ക അവിടെ ആവട്ടെ, എവിടെ ആവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ കാണുകയാണ് ഈ മഖ്ബൂറായ മനുഷ്യൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നു. അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ കാണാൻ എങ്ങനെ കഴിയും? അതാണ് ആത്മാവിൻ്റെ പ്രത്യേകത. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എന്നതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധമായ ആത്മാവിനിക്ക് മഹാന്മാരാവുന്ന സർവ്വ അമ്പിയാക്കന്മാരും അവർ ദഅവത്ത് ചെയ്യുമ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഹിദ് എന്ന് പറഞ്ഞത്. ഷാഹിദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു വളരെയധികം പുണ്യമായ ഒരു ആത്മാവാണ് റസൂലുള്ളാഹിൻ്റെ ആത്മാവ്. റസൂലുള്ളാഹിൻ്റെ ആത്മാവിനിക്ക് മുൻകഴിഞ്ഞതായ സർവ്വ അമ്പിയാക്കന്മാരുടെയും ദഅവത്തിനിക്ക്, അവരെ പ്രബോധനത്തിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷ്യം വഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സംഭവം നടക്കുമ്പോൾ വേണ്ടേ? അപ്പം ആ സംഭവത്തിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാഹിദാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാം പിന്നെ ഉമ്മത്തുഹു റസൂൽ, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തും സാക്ഷ്യം വഹിക്കുന്നു. നമ്മളെങ്ങനെയോ സാക്ഷ്യം വഹിക്കുക? നമ്മൾ അപ്പുണ്ടോ? നമ്മളെ കണ്ടുകൊടുക്കും. നമ്മൾ അമ്പിയാക്കന്മാരുടെ ആ ദഅവത്തിലേക്ക് അത് അനുഭവിച്ചറിഞ്ഞവരാണോ നമ്മൾ ആത്മാവ് അത്രമാത്രം വിശുദ്ധായ ആത്മാക്കൾക്കാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ കഴിയും. നമ്മളെ ആത്മാക്കളൊക്കെ അപ്പോൾ ഉമ്മത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാക്ഷികളാവുന്ന പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ?
നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സംഗതികൾ പൂർണ്ണമായും കൊണ്ട് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, അത് നബി ഇവിടെ ദഅവത്ത് ചെയ്തിട്ടുണ്ട്. ആ ദഅവത്തിന്റെ മേഖല വളരെ ചെറുതാണെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വിശാലമായ മേഖലയിൽ ഇബ്രാഹിം നബി അലൈഹി, അങ്ങനെ ഈ സർവ്വ അമ്പിയാക്കന്മാരുടെ ദഅവത്തിനെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്ന റസൂലാണ്. അപ്പൊ നമ്മൾ അവരെ ദഅവത്ത് കണ്ടതുപോലെ നമുക്ക് അതിന് സംശയമില്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ളതായ നമ്മളെ വിശ്വാസങ്ങൾ. അവർ റസൂലുള്ളാഹിനെ ഷാഹിദ് എന്ന് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ അസാധാരണത്വം, ആ കണ്ണിന്റെ വിശുദ്ധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലമുൽ അർവാഹിൽ നബിന്റെ പൂർണ്ണമായ ആ തസറുഫാത്തുകളിലേക്ക് സൂചന ആയിക്കൊണ്ടിട്ടാണ് ഇന്നാ അർസൽനാക ഷാഹിദൻ. ആ നിലക്ക് ഷാഹിദായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചിട്ടുള്ളത്. സർവ്വ ഇന്നാ അർസൽനാക വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്. അങ്ങനെയുണ്ട് എല്ലാ മനുഷ്യർക്കും അവർക്ക് നദീറും അവർക്ക് ബഷീറൊക്കെ ആയിട്ട് നബിയെ തങ്ങളയച്ചിട്ടുണ്ട്. അങ്ങനെ സർവ്വ മനുഷ്യർക്കും സർവ്വ വസ്തുക്കൾക്കും ഒക്കെ എല്ലാ നിലക്കുള്ള വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വ വസ്തുക്കൾക്കും റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതല്ലേ ഈ വിശുദ്ധമാവുന്നതായ ഇസ്ലാമിന്റെ സന്ദേശത്തിന് അങ്ങനല്ലേ ഇമാം ബുഖാരി തങ്ങൾ തന്നെ ബാബു കൊടുത്തതിന് ബാബു റഹ്മത്തിന്നാസി വൽ ബഹായിം, ബാബു റഹ്മത്തിന്നാസി വൽ ബഹായിം. മൃഗങ്ങളോട് കൃപ കാണിക്കണം, എല്ലാ മുസ്ലിങ്ങളോട് മാത്രം കൃപ കാണിക്കാന്നല്ല, അന്നാസ് എന്നാണ് ഇമാം ബുഖാരി തങ്ങൾ എല്ലാ മനുഷ്യരോടും. എന്നിട്ട് അതിന് സാക്ഷ്യമാവാൻ പറ്റുന്നതായ ഹദീസിലാണ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു സന്ദേശം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അപ്പൊ എല്ലാ വസ്തുക്കൾക്കും റഹ്മത്തായി കൊണ്ടാണ് നബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, ആ ജന്മദിനം ആഘോഷിക്കണോ ആഘോഷിക്കണ്ടേ എന്നൊക്കെ എന്നൊരു ചർച്ചയുടെ ഇന്നല്ല കുറേ കാലം മുമ്പേലുള്ളതാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ ആ ബഹുമാന ആദരവ് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് സ്വാഭാവികമായി ഉണ്ടായിത്തീരണം. സഹാബത്ത് എന്നുള്ള ചിലർ പറഞ്ഞില്ലേ, നബി വന്നപ്പോൾ നിൽക്കാൻ തുടങ്ങി ചിലർ, റസൂൽ പറഞ്ഞു നിൽക്കണ്ട. അപ്പൊ അവർ പറഞ്ഞതെന്താ? ഖിയാമിൽ അസീസി അലയ്യ ഫർഉൻ, നിൽക്കാതെക്കാൻ കഴിയൂല നബിയെ. നബിയെ കാണുമ്പോൾ നിൽക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. വതർക്കുൽ ഫർളി മാ ഹുവ മുസ്തഖീം, ഫർള് ഉപേക്ഷിക്കാന്നുള്ളത് നല്ലൊരു സംഗതിയല്ലല്ലോ. അജിബത്തുലിബൻ ലഹു അഖ്ലുൻ വഫൗബുൻ, ബുദ്ധി വിവേകമൊക്കെ ഉള്ളതായ ആളുകളെ പറ്റിയാണ് ഞങ്ങൾക്കുള്ള പുതുമ. എന്താണ്? തറ ഹാദൽ ജമാല ഫലായഖു, നബിയെ കണ്ടിട്ട് നിൽക്കാത്തവൻ അവൻ എന്തൊരു വിഡ്ഢിയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ അന സയ്യിദുൽ ജിഹാദ്, അതോടുകൂടി ലാ തുസയ്യിദൂനി എന്നും പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നെ സയ്യിദ് ആക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ സയ്യിദ് തന്നെയാണ്. സയ്യിദ് എന്നത് എന്നോട് കൂട്ടി പറയേണ്ടതുമല്ല. അപ്പൊ ഞാൻ അല്ലാ തുസയ്യിദൂനി, നിങ്ങൾ സിയാദത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാൻ സയ്യിദ് തന്നെയാണ്. അന സയ്യിദ് ഉൽജിയാദെന്ന് റസൂൽ പറഞ്ഞില്ലേ. അപ്പൊ ആ സയ്യിദ് എന്നുള്ള വാക്ക് നബിയിലേക്ക് കൂട്ടി പറഞ്ഞതിന് കുഴപ്പമില്ല. ആ സിയാദത്ത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ആ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് അവർക്കുള്ളതായ ഏറ്റവും വലിയതായ ഒരു പ്രത്യേകതയായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യകുലത്തിന്റെ നേതാവാണ്. റസൂലുള്ളാഹി അന സയ്യിദുൽ ജിഹാദ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എല്ലാ മനുഷ്യരോടുള്ള റഹ്മത്ത്, മൃഗങ്ങളോടുള്ള റഹ്മത്ത്, സസ്യങ്ങളോടുള്ള റഹ്മത്ത്, ഇങ്ങനെ സർവ്വ വസ്തുക്കളോടുള്ള റഹ്മത്ത്, ഈ റഹ്മത്തിന്റെ സന്ദേശമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ സന്ദേശത്തിന്റെ ഒരു രണ്ടാമത് അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിനത്തിനോടനുബന്ധിച്ചു കൂടി നമ്മൾ ചെയ്യണത്. പിന്നെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റും, റസൂൽ പറഞ്ഞതല്ലേ ആഘോഷിക്കണം എന്ന്. നബിനോട് ചോദിച്ചു, പല ദിവസം തിങ്കളാഴ്ച നോമ്പുൽ കിടന്നതിന്റെ കാരണം. നബി എന്താ പറഞ്ഞത്? ദാക്ക യൗമുൻ ഉലിതു ഫീഹി, അന്നാണ് എന്റെ ജന്മദിനം. നോമ്പൊൽക്കാനുള്ള കാരണം പറഞ്ഞത് എന്താ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജന്മദിനമായതുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾ നോമ്പോ അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ട് നിങ്ങൾ എന്താക്കണം, ധന്യമാക്കണം. അതാണ് ആഴ്ചയിൽ മടങ്ങി വരുന്ന എല്ലാ തിങ്കളാഴ്ചക്കും പുണ്യമുണ്ട്. പഴയ കാലത്തൊക്കെ എല്ലാ വീട്ടിലും മൗലിദ് വെക്കും. മൗലിദ് എന്ന് പറഞ്ഞ ഒരു ദിക്റാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? മൗലിദ് ഒരു പ്രധാനപ്പെട്ട ദിക്റാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ്, റസൂലുള്ളാഹിന്റെ പേര്, അമ്പിയാക്കന്മാരുടെ പേര്, അള്ളാഹുവിന്റെ മലായികത്തിന്റെ പേര്, അള്ളാഹുവിന്റെ ഔലിയാക്ക, ഇതൊക്കെ ദിക്ർ. യാ ഗൗസ് യാ മുഹ്യദ്ദീൻ, അതൊരു പ്രധാനപ്പെട്ട ദിക്റല്ലേ. വെറുതെ യാ ഗൗസ് യാ മുഹ്യദ്ദീൻ എന്ന് പറഞ്ഞ് കൂകല്ലോ.
അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ മശായിഖന്മാർക്കുള്ള പേരുകൾ, ബദരീകൾക്കുള്ള അസ്മാക്കൾ, ഇതൊക്കെ ദിക്റുകൾ തന്നെയാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായ പേര്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ്. എന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളിൽപ്പെട്ട ദിക്റാണ് റസൂലുള്ളാഹിന്റെ പേര്. അതല്ലേ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, യാ ഹസ്സാനു ഉഹ്ജുൽ മുശ്രിക്കീൻ, അല്ലെങ്കിൽ യാ ഹസ്സാനു ഹാജിൽ മുശ്രിക്കീൻ, ഹസ്സാനെ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നീ പാടണം. അതെന്താ പറയാൻ കാരണം? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾ പാടിയപ്പോൾ അതിന് മറുപടി പറയാൻ പറഞ്ഞു ഹസ്സാനോട്. അപ്പൊ ഹസ്സാനോട് പിന്നെ അതിന്റെ കൂടെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഓ ജിബിരിയിലു മഅക്ക്, ഹസ്സാനെ ജിബിരിലിന്റെ കൂടെ ഉണ്ടാവും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ. അതിന്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ട് എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി ആവുമ്പോൾ അതൊരു സാധാരണ പാട്ടല്ല ഹസ്സാനെ, അത് ദിക്റാണ്, പ്രധാനപ്പെട്ട ദിക്റാണ്. നീ ആ പ്രധാനപ്പെട്ട ദിക്റ് ചെല്ലുമ്പോൾ നിന്റെ കൂടെ മലായിക്കത്തും ദിക്റ് ചെല്ലും. മലായിക്കത്ത് പാട്ട് പാടുന്ന ആളുകളല്ലേ, നമുക്കറിയില്ലേ, അവർ പാട്ട് പാടുന്ന ആൾക്കാർ. എന്തെങ്കിലും പാട്ട് പാടുള്ള വല്ല പണി? ലാ യഅസുലുല്ലാഹ മാ അമറഹുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കൊന്നും മാറു കാണിക്കാൻ, അതിന് വിപരീതം ചെയ്യാൻ മലായിക്കത്തിന് കഴിയൂല. അവർ സർവ്വസമയത്തും തസ്ബീഹും തഹ്ലീലുമായിട്ട് കഴിച്ചു കൂടുന്നവരായിരിക്കും മലായിക്കത്ത്. അപ്പൊ അവർക്ക് അള്ളാഹുവിൻ്റെ ഒന്നിനും വിപരീതത കാണിക്കാൻ മലായിക്കത്തിന് കഴിയൂല. പിന്നെ അവർ എപ്പോഴും ദിക്റുന്നവരാണ്. എന്നാ പിന്നെ ജിബീലിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ടുണ്ടല്ലോ എൻ്റെ മദ്ഹാണത്. കാരണം എന്നെ ആക്ഷേപിച്ചവർക്ക് മറുപടി ആവുമ്പോൾ എൻ്റെ മദ്ഹ് അതിൽ ഉൾക്കൊള്ളും. എൻ്റെ മദ്ഹ് ആയതുകൊണ്ട് ഹസ്സാനെ ജിബരീലിന്റെ കൂടെ പാടുന്നു. അപ്പൊ റസൂലുള്ളാഹിനെ പറ്റി രചിക്കപ്പെട്ട മൗലിദ്, റസൂലുള്ളാഹിനെ പറ്റിയുള്ള മൗലിദ് മാത്രമല്ല, സർവ്വ അമ്പിയാക്കന്മാരെ പറ്റി അല്ലാഹുവിന്റെ ഔലിയാവിനെ പറ്റിയൊക്കെ രചിക്കപ്പെട്ട മൗലിദുകൾ, അതൊക്കെ ദിക്റുകളാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ ഇതുപോലുള്ളതായ ദിക്റുകളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് തിങ്കളാഴ്ച ദിവസമാകുമ്പോൾ നോമ്പൊക്കെ കൽപ്പിച്ചല്ലോ, നോമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള മൗലിദുകളെ കൊണ്ടോ, പ്രത്യേകിച്ച് ഓരോ വർഷത്തിലും മടങ്ങി വരുന്ന റബീഉൽ 12, ആ 12-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള പ്രബലമായ അഭിപ്രായ പ്രകാരം ഇവിടെ മടങ്ങി വരുന്ന ഓരോ 12-നും ആഴ്ചയിൽ മടങ്ങി വരുന്ന തിങ്കളാഴ്ചയ്ക്ക് പ്രധാനമുള്ളതുപോലെ അത് പ്രധാനം ഉണ്ടാവാനുള്ള കാരണം എന്തോ? നബിന്റെ ജന്മദിനമായതുകൊണ്ടാണ്. എന്നതുപോലെ എല്ലാ 12-നും ആ ബഹുമാനമുണ്ട്. ആ ബഹുമാനം നമ്മൾ പൂർണ്ണമായും കൊണ്ടിട്ട്, ആ ബഹുമാനം പ്രകടമാക്കിക്കൊണ്ടിട്ട്, നബിനോടുള്ളതായ ആദരവ് പ്രകടമാക്കിക്കൊണ്ടിട്ട് ആ ദിവസത്തിൽ മൗലിദ് കൊണ്ടിട്ടും മറ്റുള്ളതായ സദഖകളെ കൊണ്ടും അന്നദാനങ്ങളെ കൊണ്ടും, അതൊക്കെ ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളെ കൊണ്ട് ഇത് ധന്യമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അത് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും, അല്ലെങ്കിൽ അത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഈമാനിൽ നിന്ന് വളർന്ന് വരേണ്ട ഒരു സംഗതിയാണ്. ഏത് ഒരു യഥാർത്ഥ മൂമിനാണെങ്കിൽ ആ മൂമിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് ലോകത്തുള്ളതായ സർവ്വ വസ്തുക്കളോടും ഉള്ളതിനേക്കാൾ അധികമായ നിലക്കുള്ള മഹബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണ്ടാവണം. അതില്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ഈമാനിക്ക് എന്തോ നിലക്കുള്ളതായ നുക്സാൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ആ മഹബത്ത്, ആ ആദരവ് എന്നൊക്കെ പറഞ്ഞത്, ചിലർ പറയും മഹബത്തും ആദരവൊക്കെ നബിന്റെ ശരീഅത്ത്, അത് അതങ്ങനത്തെ നബിന്റെ ശരീഅത്ത് ചെയ്യാൻ പറ്റില്ല തന്നെയാണ്. നബിന്റെ ശരീഅത്ത് പറഞ്ഞ സംഗതി തന്നെയാണിത്. നബി ജനിച്ച ദിനത്തിലേക്ക് ബഹുമാനുണ്ട്. നബി ജനിച്ചതെന്നല്ല, റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ ബത്ലഹേമിലെത്തിയപ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലിയാഹു റക്അത്ത്, ഇബ്നു 2 റക്അത്ത് നിസ്കരിക്കുന്നു. പിന്നീട് ജിബ്രീൽ അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു, ആദാ ബൈത്തുൽ അഹ്മീൻ, ഇത് ബത്ലഹേമാണ്. ഫീ ഉലിദ ഈസ, അവിടെയാണ് ഈസനെ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ ഈസ നബി പ്രസവിക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പ്രത്യേകത ഉണ്ട്, അതിനെ ബഹുമാനിക്കണമെന്നാണ് റസൂലുള്ളാഹിനോട് കൽപ്പിച്ചത്. അപ്പൊ സർവ്വ അമ്പിയാക്കന്മാരും പ്രസവിക്കപ്പെട്ട സ്ഥലം അത് വ്യക്തമായി കൊണ്ട് തെളിയിക്കപ്പെട്ടാൽ ആ സ്ഥലത്തിലേക്ക് പ്രത്യേകത ഉണ്ട്. അവർ ജനിക്കപ്പെട്ട ദിവസം അത് തെളിയിക്കപ്പെട്ടാൽ ആ ദിവസത്തിലേക്ക് പ്രത്യേകത ഉണ്ട്. അപ്പൊ ആ ദിവസത്തിന്റെ പ്രത്യേകതയും അതിന്റെ ആദരവും ബഹുമാനവും ഉൾക്കൊള്ളും കൊണ്ടിട്ട് ആ ദിവസത്തിന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഒരു വാശിക്ക് വേണ്ടി ചെയ്ത സംഗതികളാവാനും പാടില്ല. മൗലിദ് പരിപാടികളും അതിനോടനുബന്ധിച്ച പ്രകടനങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഈമാനിൽ നിന്നുണ്ടായി തീർന്നുകൊണ്ടാവണം, ഇഖ്ലാസോടുകൂടി ആവണം ഇതൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത്. ആ നിലയ്ക്ക് ഈ പരിപാടികളൊക്കെ നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെല്ലാ പരിപാടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഈ മൗലിദിന്റെ സദസ്സിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചതായ തൃശ്ശൂർ ജില്ല സമസ്ത കേരള ജമിയത്തുൽ തൃശ്ശൂരിലുള്ളതായ മറ്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏതെല്ലാം പോഷക സംഘടനകളുണ്ടോ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ധാരാളം നൽകട്ടെ. ഒന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ ശറുകളിൽ നിന്നും അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആസിദീങ്ങൾ, സ്വാഹിദീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുഫ്തിദീങ്ങൾ,
ആയുധാവ് മുക്തദീങ്ങൾ തുടങ്ങിയ സർവ്വശരണത്തോടും കള്ള തരീക്കത്തുകൾ കള്ള ശേഖന്മാരെ ശരണത്തോടൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. ഇന്ന് ആരാണ് ജില്ലാ ദുബൈ പ്രസിഡന്റ്? നമ്മളെ തൃശ്ശൂർ ജില്ല ദുബൈ ശാഖൻ്റെ അല്ലേ പ്രസിഡന്റ് ഷാജഹാൻ ഫൈലി അവർ 2 ദിവസം മുമ്പല്ലേ കഴിഞ്ഞ വ്യാഴാഴ്ച അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ അറിയിക്കുകയാണ്. എല്ലാവരും മൂപ്പർക്ക് വേണ്ടി മയ്യത്തിസ്കരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു അല്ലാഹുമ്മ ഒരു ഫാത്തിഹ ഓതി മൂപ്പർക്ക് ഇലാ ഹദറത്തി റൂഹി അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇതിൽ നിന്നാൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് കിട്ടും, ഭാഗമൊന്നും കിട്ടൂല. ചിലപ്പോൾ ഒരു ഫാത്തിഹയൊക്കെ കിട്ടും, മനസ്സിലായില്ലേ? പിന്നെ അതൊക്കെ നമ്മൾ അറിഞ്ഞാലൊരു ഫാത്തിഹയൊക്കെ അധികം ചെയ്യാൻ വേണ്ടി പറയും, ദുആ ചെയ്യും. അതൊക്കെയാണ് ഇപ്പോൾ ഇതിലിരുന്നാലുള്ള ഗുണം എന്ന് പറഞ്ഞത്. വേറെ ഒരു ഗുണവും ഇതിലിരുന്നാൽ ഉണ്ടാവില്ല. വേറെ ഭൗതികമായ എന്തെങ്കിലും നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് ഇതിൽ പിന്നിലാരും കൂടും വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ജഅൽ സവാബ ഖിറാഅത്തിനാ ഹദിയ്യ ഇലാ ഹദറത്തി റൂഹി മൻ നബൈന. അല്ലാഹുമ്മ ഇന്നക തഅലമു ബിസ്മിഹി വഅസ്ബിഹി വനസബിഹി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു അല്ലാഹുമ്മ അഫു അൻഹു അല്ലാഹുമ്മ അക്രിംഹു അല്ലാഹുമ്മ ലാ തഫ്റഹു യൗമൽ ഹിസാബ് അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന അല്ലാഹുമ്മ അഈദുഹു മിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നതിഹി വമിൻ അദാബിൻ നാർ اللهم اجمعنا وإياه في جنات النعيم. اللهم تقبل منه جميع حسناته. اللهم تجاوز عن سيئاته. اللهم جاف القبر عن جنبي. اللهم آمنه من الفزع الأكبر. اللهم افرغ الصبر على قلوب أقاربه. اللهم تقبل منهم ذلك الصبر. اللهم أثبهم على صبرهم. اللهم اجعل صبرهم ثقلا في ميزان حسناتهم. اللهم اجمعنا وإياهم في جنات النعيم. ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك.